വനിതാ പ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി RL ജീവൻലാലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പീഡന ശ്രമത്തിനിരയായ പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. 3 കടകളും ചെക്ക് പോസ്റ്റും തകർന്നു. നാട്ടുകാർ ഭീതിയിൽ. പൈങ്കുളം മായന്നൂർ തീരങ്ങളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിച്ച ഉരുക്ക് തടയണയുടെ സംരക്ഷണ ഭിത്തികൾ തകർന്ന നിലയിൽ. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായ തടയണ അതിവേഗം ഉപയോഗപ്രദമാക്കണമെന്ന് നാട്ടുകാർ. അളഗപ്പ നഗർ ത്യാഗരാജർ എഡ്യൂക്കേഷണൽ സെന്ററിൽ നടത്തുന്ന കോഴ്സിന് അംഗീകാരമില്ലെന്ന് ആരോപണം. പരീക്ഷയിൽ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിക്കുകയാണെന്നും ആക്ഷേപം. നമസ്കാരം. വാർത്തകൾ വിശദമായി. യുവ ഡിവൈഎഫ്ഐ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ഡിവൈഎഫ്ഐ നേതാവിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയും CPM അംഗവുമായ RL ജീവൻലാലിനെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി സസ്പെൻഡ് ചെയ്തത്. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടി. ജൂലൈ 10-നാണ് തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിൽ വെച്ച് ജീവൻലാൽ പരാതിക്കാരിയോട് അപമര്യാദയായി പെരുമാറിയത്. തിരുവനന്തപുരത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് സീറ്റ് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടിയെ തലസ്ഥാനത്ത് കൊണ്ടുവന്നത്. ഹോസ്റ്റലിൽ മറന്നുവെച്ച ബാഗ് എടുക്കാനെത്തിയ തന്നെ ജീവൻലാൽ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ഇരിങ്ങാലക്കുട ഡിവൈഎഫ്ഐ നേതാവും ബ്രാഞ്ച് സെക്രട്ടറിയുമായ RL ജീവൻലാൽ വനിതാ നേതാവിനോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തി. കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് SI ER ബൈജുവിന് മുമ്പാകെ മൊഴി നൽകിയത്. ജീവൻലാലിനെതിരെ ലൈംഗിക അതിക്രമം തടയുന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പോലീസ് സംഭവം നടന്ന മ്യൂസിയം സ്റ്റേഷൻ പരിധിയിലേക്ക് കേസ് മാറ്റാൻ സാധ്യതയുണ്ട്. ഡിവൈഎഫ്ഐ നേതാവ് RL ജീവൻലാൽ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവം മറച്ചുവെച്ചുവെന്നാരോപിച്ച് KU അരുണൻ MLA ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. MLAക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. ടാണാവിലെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആൽത്തറയിൽ വെച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുതിർന്ന നേതാക്കളെത്തി പ്രവർത്തകരെ അനുനയിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പീഡനത്തിന് ഒത്താശ ചെയ്ത MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ KU അരുണൻ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ചാക്കോ അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ നിമ്യ ഷിജു, കൗൺസിലർമാരായ സോണിയ ഗിരി, MR ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. മലക്കപ്പാറയിൽ കാട്ടാനകളുടെ ആക്രമണം. 3 കടകളും ചെക്ക് പോസ്റ്റും തകർന്നു. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 6 ആനകളാണ് ആക്രമണം നടത്തിയത്. അതിരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കറുപ്പയുടെ കടയിലെ അരിയും പലവ്യഞ്ജന സാധനങ്ങളും ആനകൾ അകത്താക്കി. 2 ചാക്കരി ഇവ തുമ്പിക്കൈയിൽ ചുഴറ്റി കൊണ്ടുപോയെന്നും ഇവർ പറയുന്നു. കുട്ടിമോൻ, ബിജു എന്നിവരുടെ കടകളും ആക്രമിച്ചു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ ബാർ അടിച്ചു തെറിപ്പിച്ചു. നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയാണ് ആനക്കൂട്ടത്തെ തുരത്തിയത്. പൈങ്കുളം മായന്നൂർ തീരങ്ങളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിച്ച ഉരുക്ക് തടയണയുടെ സംരക്ഷണ ഭിത്തികൾ തകർന്നത് ഭീഷണിയായി. ഇത്തവണ കാലവർഷം കനത്ത് പെയ്തതോടെയാണ് മായന്നൂർ ഭാഗത്ത് സംരക്ഷണ ഭിത്തികൾ തകർന്നത്. ഈ സമയത്ത് പുഴ ഗതിമാറി ഒഴുകി നിരവധി കൃഷിയിടങ്ങളാണ് നശിച്ചത്. കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഈ പ്രദേശത്തെ ഭിത്തികൾ ചെറിയ തോതിൽ ഇടിഞ്ഞു തുടങ്ങിയിരുന്നു. അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഭിത്തികളുടെ സംരക്ഷണം ഉടനെ നടത്തിയില്ലെങ്കിൽ ഇത് പുഴ ഗതിമാറി ഒഴുകുന്നതടക്കമുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് TCB ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. സംരക്ഷണ ഭിത്തികൾ പുനർനിർമ്മിച്ചില്ലെങ്കിൽ വേനൽക്കാലത്ത് തടയണയുടെ ഉപയോഗം ഫലപ്രദമാകില്ലെന്നാണ് കണക്കുകൂട്ടൽ. ഉരുക്ക് തടയണ വന്നതോടെ പൈങ്കുളം പ്രദേശങ്ങളിലെയും മായന്നൂർ ഭാഗങ്ങളിലെയും പൈങ്കുളം പമ്പ് ഹൗസിൽ നിന്നും വെള്ളമെത്തിക്കുന്ന പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി എന്നത് തടയണയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരുന്നു. കോടികൾ ചെലവഴിച്ച് സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് നേരിട്ടാണ് 2015-ൽ ഉരുക്ക് തടയണയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AR ഇൻഫ്രാടെക് എന്ന സ്വകാര്യ കമ്പനിക്കാണ് തടയണയുടെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്.
എത്രയും വേഗത്തിൽ സംരക്ഷണ ഭിത്തികളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തടയണയുടെ ഉപയോഗം ഫലപ്രദമാക്കണമെന്നും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചെറുതുരുത്തി. അളഗപ്പ നഗർ ത്യാഗരാജർ എഡ്യൂക്കേഷണൽ സെന്ററിൽ നടത്തുന്ന കോഴ്സിന് അംഗീകാരമില്ലെന്ന് ആരോപണം. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥികൾ ഉത്തരക്കടലാസ് കാണണമെന്ന് ആവശ്യപ്പെട്ടത് സംഘർഷത്തിനിടയാക്കി. പ്രകോപിതരായ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിന്റെ നോട്ടീസ് ബോർഡ് തകർത്തു. പരീക്ഷയിൽ കൂട്ടത്തോടെ തോൽപ്പിക്കുന്നുവെന്നും ജയിക്കുന്നവർക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. അളഗപ്പ നഗർ ത്യാഗരാജർ പോളിടെക്നിക്കിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നടത്തുന്ന ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് മെമ്പർഷിപ്പ് കോഴ്സിന് ചേർന്ന വിദ്യാർത്ഥികളാണ് പരാതിക്കാർ. വലിയ തുക ഫീസ് നൽകി പഠിക്കുന്ന വിദ്യാർത്ഥികളെ പരീക്ഷയിൽ കൂട്ടത്തോടെ തോൽപ്പിക്കുകയാണെന്നും അംഗീകാരമില്ലാത്ത കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കാത്തതിനാൽ മാനേജ്മെന്റ് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. പോളിടെക്നിക്കിന്റെ പഴയ ഹോസ്റ്റൽ കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കോഴ്സിന് അംഗീകാരമോ പഠിച്ചതിന് സർട്ടിഫിക്കറ്റോ ലഭിക്കാതെ 3 വർഷം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ തുടർ പഠനത്തിന് എന്തു ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ്. എന്നാൽ ഈ സ്ഥാപനത്തിന് അളഗപ്പ നഗർ ത്യാഗരാജർ പോളിടെക്നിക്കുമായി ബന്ധമൊന്നുമില്ലെന്നും കോഴ്സിനെക്കുറിച്ചോ അംഗീകാരം സംബന്ധിച്ചോ അറിവില്ലെന്നും പ്രിൻസിപ്പൽ അന്ന ടർജി അറിയിച്ചു. സംഘർഷത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് മാനേജ്മെന്റും വിദ്യാർത്ഥികളുമായി സ്റ്റേഷനിൽ ചർച്ച നടത്തി. TCV ന്യൂസ്, പുതുക്കാട്. സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ട പട്ടാമ്പി പാലം വാഹനയാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് ബുധനാഴ്ച വാഹന ഗതാഗതത്തിനായി പാലം തുറന്നുകൊടുത്തത്. പ്രളയത്തെ തുടർന്ന് ഭാരതപ്പുഴയിൽ കുത്തൊഴുക്ക് വർദ്ധിക്കുകയും പാലത്തിന് മുകളിൽ കൂടി വെള്ളം കവിഞ്ഞൊഴുകി പാലത്തിലെ കൈവരികൾ പൂർണ്ണമായും ഒലിച്ചു പോവുകയും ചെയ്തിരുന്നു. വെള്ളമിറങ്ങിയ ശേഷം സുരക്ഷാ ഭീഷണി മൂലം പാലത്തിലൂടെയുള്ള കാൽനടയും ഗതാഗതവും നിർത്തിവെച്ചു. ഒരാഴ്ച മുമ്പ് നടന്ന ആദ്യ പരിശോധനയിൽ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം കാൽനടയ്ക്ക് മാത്രമായി പാലം തുറന്നുകൊടുത്തു. പിന്നീട് നടന്ന വിശദമായ പരിശോധനയിലാണ് പാലത്തിന് കേടുപാടുകൾ ഇല്ലെന്നും ഗതാഗത യോഗ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. പട്ടാമ്പി MLA മൂസിൻ നാടമുറിച്ച് പാലം വാഹന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ VS സെബി സംസ്ഥാന അധ്യാപക അവാർഡ് ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന അധ്യാപക ദിനാഘോഷ ചടങ്ങിൽ വെച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിൽ നിന്നും VS സെബി അവാർഡ് ഏറ്റുവാങ്ങിയത്. അവാർഡ് തുക വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രിയെ ഏൽപ്പിക്കുകയും ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, MLA വിജയകുമാർ തുടങ്ങി ഒട്ടേറെ ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഒട്ടേറെ അംഗീകാരങ്ങൾ ഇതിനു മുമ്പും സെബി മാസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ട്. വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് സെബി മാസ്റ്ററെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും പ്രിയങ്കരനായി മാറ്റിയത്. സഹപാഠികൾ അധ്യാപകരായി എത്തിയത് വിദ്യാർത്ഥികളിൽ കൗതുകത്തിനിടയാക്കി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികൾ അധ്യാപകരായി മാറിയ കുട്ടിപ്പള്ളിക്കൂടം ഒരുക്കിയത്. സ്കൂളിൽ അധ്യാപകരുടെ വരവറിയിച്ച് ബെല്ലടിച്ചു. കുട്ടികളെല്ലാം നിശബ്ദരായി ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചു. ക്ലാസ് ടീച്ചർക്ക് പകരം രജിസ്റ്റർ ബുക്കുമായി കടന്നുവന്ന അധ്യാപകരെ കണ്ട് വിദ്യാർത്ഥികൾ അമ്പരന്നു. പിന്നീടത് ആഹ്ലാദത്തിലേക്കും ആരവത്തിലേക്കും വഴിമാറി. കാരണം ക്ലാസ്സിലെത്തിയ അധ്യാപകർ അവരുടെ സഹപാഠികളായിരുന്നു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി സ്കൂൾ ഒരുക്കിയ കുട്ടിപ്പള്ളിക്കൂടം പരിപാടിയിലാണ് വിദ്യാർത്ഥികൾ അധ്യാപകരും അധ്യാപകർ വിദ്യാർത്ഥികളുമായി മാറിയത്. അധ്യാപനത്തിന്റെ മഹത്വം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കുട്ടിപ്പള്ളിക്കൂടം എന്ന ആശയത്തിന് പുറകിൽ. കുട്ടികൾ തന്നെ അവരുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് അവർ തന്നെ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി ക്ലാസ് എടുക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂമും പ്രൊജക്റ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യാനുള്ള ഒരു പരിശീലനം കൂടി അവർക്ക് ഈ അവസരത്തിൽ നമ്മൾ നൽകി. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലാണ് കുട്ടിപ്പള്ളിക്കൂടം നടപ്പിലാക്കിയത്. സ്കൂൾ പ്രധാനാധ്യാപികയുടെ ചുമതല കുട്ടികൾക്കായിരുന്നു. 2007 എരുമപ്പെട്ടി സ്കൂളിൽ കുട്ടിപ്പള്ളിക്കൂടം പദ്ധതി പ്രാവർത്തികമാക്കിയിരുന്നു. ഇത് സംസ്ഥാന തലത്തിൽ ചർച്ചയാവുകയും മറ്റ് സ്കൂളുകളിൽ നടപ്പിലാക്കുകയും ചെയ്തു. സ്കൂളിൽ ടീച്ചിംഗ് പരിശീലനത്തിനെത്തിയ BEd ട്രെയിനികളായ അധ്യാപകരാണ് കുട്ടിപ്പള്ളിക്കൂടത്തിന്റെ സംഘാടകരായത്. പ്രധാനാധ്യാപിക AS പ്രേംസി, ഡെപ്യൂട്ടി HM MS സിറാജ്, സ്റ്റാഫ് സെക്രട്ടറി നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. TCV എരുമപ്പെട്ടി. ഇടവേള. വാർത്തകൾ തുടർന്നു.
ഫിലോമിന ടീച്ചറുടെ സ്കൂളിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ പൂർത്തിയായി. 1/4 നൂറ്റാണ്ടിന്റെ നിറവിലാണ് ഈ ഗാർഹിക വിദ്യാലയം. കൊടുങ്ങല്ലൂരിന് സമീപം എടവിലങ്ങ് ഗ്രാമത്തിലാണ് ഫിലോമിന ടീച്ചറുടെ പ്രീ പ്രൈമറി വിദ്യാലയം പ്രവർത്തിക്കുന്നത്. കുരിശിങ്കൽ ഫിലോമിനയുടെ വീട്ടിലെ വിദ്യാലയത്തിൽ ഇപ്പോൾ പഠിക്കുന്നത് 100-ലധികം കുട്ടികൾ. ഫിലോമിന ടീച്ചറുടെ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി രക്ഷാകർത്താക്കൾ ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ മേഖലയിലെ പ്രമുഖ വിദ്യാലയങ്ങളിൽ മുൻനിരക്കാരാകുന്നത് പതിവാണ്. മധ്യപ്രദേശിൽ കോൺവെന്റിൽ അധ്യാപികയായിരുന്ന ഫിലോമിന വിവാഹശേഷം എടവിലങ്ങിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ നേരംപോക്കിന് തുടങ്ങിയ നഴ്സറിയാണ് ഇന്ന് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ളത്. സമീപകാലം വരെ ഏകാധ്യാപക വിദ്യാലയമായിരുന്നു ഇത്. കുട്ടികളുടെ എണ്ണം ഏറിയതിനെ തുടർന്ന് 2 അധ്യാപികമാരെയും 1 ആയയെയും നിയമിച്ചു. എങ്കിലും സിലബസും പഠനരീതിയും നിശ്ചയിക്കുന്നതും നടപ്പിലാക്കുന്നതും ഫിലോമിന ടീച്ചർ തന്നെ. പഠിപ്പിക്കുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് പഠിപ്പിക്കണം. GK ആണെങ്കിലും എല്ലാം ഒരുമിച്ച് പഠിക്കും. ബുക്കൊക്കെ സെപ്പറേറ്റ് എടുത്താൽ നടക്കൂല, ഒരുമിച്ചല്ലേ. മക്കളാണെന്ന് വെച്ചാൽ അത്ര എക്സ്പീരിയൻസ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളിലൂടെ നമ്മൾ ആദ്യം പോകുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഈ പഠിക്കണില്ലേ, നമ്മൾ അവരേനെ കൂടുതൽ ശ്രദ്ധിക്കുക. അവരെങ്ങനെയും പഠിപ്പിച്ചെടുക്കണം, അവരെ കൂടെ നിർത്തി അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആരും മോശക്കാരല്ല. നമുക്ക് റിസൾട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ടീച്ചർ തയ്യാറാക്കുന്ന നോട്ട്സ് ആണ് ഇവിടെ പഠിക്കുന്ന കുട്ടികളെ മികവിന്റെ വഴി നടത്തുന്നത്. കൊടുങ്ങല്ലൂരിന്റെ ചുറ്റുപാടുകളിൽ നിന്നും കുട്ടികൾ ഫിലോമിന ടീച്ചറുടെ സ്കൂളിൽ എത്തുന്നുണ്ട്. കുട്ടികളെ പഠനത്തിൽ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് ടീച്ചറുടെ ലക്ഷ്യം. ദേശീയ അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവന്ദനം നടത്തി. സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും പ്രധാനാധ്യാപകൻ CT ജാൻസിയെയും ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് NK സുലൈമാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK രവീന്ദ്രൻ, മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് സമീപം റോഡിൽ പിടിച്ചുപറി. ഇതര സംസ്ഥാന തൊഴിലാളിയുടെ 5000 രൂപയും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. ഏറിയാട് താമസിക്കുന്ന ആസാം സ്വദേശി റാഷിദുൽ ഇസ്ലാമാണ് പിടിച്ചുപറിക്കിരയായത്. ചൊവ്വാഴ്ച രാത്രി 7:30യോടെയായിരുന്നു സംഭവം. വീട്ടിലേക്ക് പണം അയക്കുവാനായി പോകും വഴി കോടതി വളവിൽ വെച്ച് 2 പേർ ചേർന്ന് പോക്കറ്റിലുണ്ടായിരുന്ന 5000 രൂപയും മൊബൈൽ ഫോണും തട്ടിപ്പറിച്ചതായി റാഷിദുൽ ഇസ്ലാം പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രളയക്കെടുതിയിൽ കൃഷിപ്പണി ചെയ്തും കൂലിപ്പണിയെടുത്തും തങ്ങൾ കെട്ടിപ്പൊക്കിയ സ്വപ്നഗൃഹങ്ങൾ തകർന്നതിന്റെ വേദനയിലാണ് അമ്മാടം മുള്ളക്കര ഗ്രാമവാസികൾ. കോൾനിലത്തിനോട് ചേർന്ന് കിടക്കുന്ന മുള്ളക്കരയിൽ പ്രളയക്കെടുതിയെ തുടർന്ന് ദിവസങ്ങളോളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് തങ്ങളുടെ വീടുകൾ വെറും മൺകൂനകളായി തീർന്നതായി ഇവർ കാണുന്നത്. ഇവിടെ 18ഓളം വീടുകൾ പൂർണ്ണമായും 50ഓളം വീടുകൾ ഭാഗികമായും തകർന്ന നിലയിലാണ്. മുള്ളക്കരയിലെ 160ഓളം വീടുകളിൽ 6 അടിയോളം ഉയരത്തിൽ വെള്ളം കയറിയിരുന്നു. ഇവിടത്തെ വീടുകളിൽ നിന്ന് ഒരാഴ്ചയോളം കഴിഞ്ഞാണ് വെള്ളം ഇറങ്ങിത്തുടങ്ങിയത്. ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങി നിന്ന വീടുകളിൽ മിക്കതും പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. പ്രളയക്കെടുതിക്ക് ശേഷം വെള്ളത്തിൽ മുങ്ങി നിന്ന വീടുകളുടെ ചുമരുകൾ വിണ്ടുകീറിയ നിലയിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അവസാനിപ്പിച്ചതിനെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ടവർ ബന്ധുവീടുകളിലും വാടക വീടുകളിലുമാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഭാഗികമായി തകർന്ന വീടുകളിലുള്ളവർ മാറി താമസിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഈ വീടുകളിലാണ് താമസിക്കുന്നത്. TCV ചേർപ്പ്. രാപ്പാളിൽ പ്രളയബാധിതരായ നിർധന കുടുംബങ്ങൾക്ക് ജോയ ആലുക്കാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കിടക്കകൾ വിതരണം ചെയ്തു. മേഖലയിലെ 60-ലേറെ കുടുംബങ്ങൾക്കാണ് കിടക്കകൾ വിതരണം ചെയ്തത്. ജോയ ആലുക്കാസ് ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ PP ജോയ് വിതരണോദ്ഘാടനം നടത്തി. പറൂഖ് പോകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിക ജയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം രമ്യ അനിൽ, PA ജോർജ്, സുനി S നാഥ്, അശോകൻ പന്തല്ലൂർ, VN വിനയൻ എന്നിവർ സംസാരിച്ചു. പ്രളയത്തെ തുടർന്ന് തളിക്കുളം അംബേദ്കർ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെ ഒഴിവാക്കാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെ പരാതിയുമായി ക്യാമ്പിലുള്ളവർ. എന്നാൽ വീടുകൾ വാസയോഗ്യമെന്നാണ് അധികൃതരുടെ വാദം. തളിക്കുളം പഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ നിന്നുള്ള 5 കുടുംബങ്ങളോടാണ് എത്രയും വേഗം ക്യാമ്പിൽ നിന്ന് പോകാൻ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ നിർദ്ദേശം നൽകിയെന്നതാണ് ക്യാമ്പിൽ തുടരുന്ന വീട്ടമ്മമാരുടെ പരാതി. ക്യാൻസർ രോഗിയായ വയോധികയും ക്യാമ്പിൽ വീണ് കൈയൊടിഞ്ഞ വയോധികയും കുട്ടികളുമടങ്ങുന്നതാണ് കച്ചേരിപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത്. 5 കുടുംബങ്ങളുടെയും ഓലമേഞ്ഞ വീടുകൾ പ്രളയത്തിൽ മുങ്ങിയതോടെ ഇവർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയാൻ നിർബന്ധിതരാകുകയായിരുന്നു.
ഇക്കഴിഞ്ഞ 3-ന് വില്ലേജ് ഓഫീസറും വില്ലേജ് അസിസ്റ്റന്റും എത്തി അരി ഉൾപ്പെടെയുള്ള ഏതാനും ഭക്ഷ്യവസ്തുക്കൾ ക്യാമ്പിൽ എത്തിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ദളിത് സംഘടനാ നേതാക്കളാണ് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകാൻ തയ്യാറായതെന്ന് ക്യാമ്പിലുള്ള വീട്ടമ്മമാർ പറയുന്നു. ദളിത് സംഘടനയുടെ ആൾക്കാർ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഈ അവസ്ഥ കണ്ടപ്പോൾ അവർ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ എന്നിട്ട് വാങ്ങിക്കൊണ്ടു. അതുകൊണ്ട് ഞങ്ങൾ കറിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ രാവിലെ ഉപ്മാവ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. കുട്ടികളും ഇവർക്കൊക്കെ ഒന്നും കഴിക്കാനില്ലാത്തൊരു സാഹചര്യം കണ്ടപ്പോൾ അവർക്ക് വിഷമായി. ഇതിനിടെ പഞ്ചായത്ത് അധികൃതർ ക്യാമ്പിലെത്തി വീട്ടുകാരോട് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാനും നിർദ്ദേശിച്ചതായും പറയുന്നു. നിലവിൽ പ്രളയത്തിൽ മുങ്ങിയ 5 വീടുകളും താമസയോഗ്യമല്ലെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. ഓലമേഞ്ഞ വീടുകൾ ഭൂരിഭാഗവും ദ്രവിച്ച സ്ഥിതിയിലായി. വാസയോഗ്യമല്ലാത്ത വീടുകളിലേക്ക് നിർബന്ധപൂർവ്വം മടക്കി അയക്കാനുള്ള അധികൃതരുടെ നടപടിക്കെതിരെ വീട്ടുകാർക്കൊപ്പം ജില്ലാ കളക്ടർക്ക് തങ്ങളും പരാതി നൽകുമെന്ന് ബഹുജൻ സമാജ് പാർട്ടി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PR രജീഷ് പറഞ്ഞു. ഭക്ഷണത്തിന് പോലും ഒരു മാർഗ്ഗമില്ലാത്ത സമയത്ത് അവരോട് ഇവിടെ നിന്ന് മാറാൻ നമ്മളെ പഞ്ചായത്ത് അധികാരികളും വില്ലേജ് അധികാരികളും പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഐറ്റികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടൊക്കെ വളരെ തകർന്ന് കിടക്കുകയാണ്. അവർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയിൽ അവരിപ്പോൾ മാറാൻ എന്നുള്ളത് തൽക്കാലം ഇപ്പോൾ അവർക്ക് നടക്കാവുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതേസമയം ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് സ്ഥലത്തെത്തിയ UDF നേതാക്കളായ PM അബ്ദുൾ ജബ്ബാറും ഹിറോഷ് ത്രിവേണിയും വ്യക്തമാക്കി. TCV ന്യൂസ് തൃപ്രയാർ. പ്രളയത്തിന് ശേഷം ആളൊഴിഞ്ഞ അരങ്ങായി കലാഭവൻ മണിയുടെ ചേനത്ത് നാട്ടിലെ പാടി. താണ്ഡവമാടിയ മഹാപ്രളയത്തിന്റെ ചേനത്ത് നാട്ടിലെ ആദ്യത്തെ ഇരയായിരുന്നു മണി നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന പാടി. പുഴയോരത്തുള്ള ഈ ജാതിത്തോട്ടത്തിലൂടെ 10 മീറ്റർ ഉയരത്തിലാണ് വെള്ളമൊഴുകിയത്. പുഴയുടെ ഭംഗി ആസ്വദിക്കുന്നതിന് ഇവിടെ പടുത്തുയർത്തിയിരുന്ന ഷെഡിനെ പുഴ കൊണ്ടുപോയി. മണിയും ചങ്ങാതിമാരും വിശ്രമിച്ചിരുന്ന ഓടുവീടും തകർന്നു. ഇനി അവശേഷിക്കുന്നത് കവാടത്തിലെ മറ്റൊരു കെട്ടിടം മാത്രം. ഇവിടെ പുഴയോരം ഇടിയുകയും ചെയ്തിട്ടുണ്ട്. പ്രളയത്തോടെ മണി എക്കാലത്തും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന പാടിയിൽ ആളനക്കം ഇല്ലാതെയായി മാറി. പ്രളയത്തോട് മല്ലിട്ട് ആയിരങ്ങളെ രക്ഷിച്ച കടലിന്റെ സൈന്യത്തെ ചാവക്കാട് പോലീസും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന് ആദരിച്ചു. ചാവക്കാട് മേഖലയിൽ നിന്ന് 100ഓളം മത്സ്യത്തൊഴിലാളികളും അവരുടെ 50ഓളം വരുന്ന വഞ്ചികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരായ യുവാക്കളുമടക്കം 200-ലേറെ പേരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. പ്രളയക്കെടുതിയിൽ ജീവൻ മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളാണ് യഥാർത്ഥ ഹീറോകളെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര പറഞ്ഞു. ചാവക്കാട് പോലീസ് സംഘടിപ്പിച്ച സ്നേഹാദരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യതീഷ് ചന്ദ്ര. മറ്റുള്ളവരെല്ലാം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ധരിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇതൊന്നുമില്ലാതെ രക്ഷാപ്രവർത്തനം നടത്തിയത് സൈനികർ അടക്കമുള്ളവരെ അത്ഭുതപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ബഷീർ, ആഷിയ കുണ്ടിയത്ത്, നഗരസഭാ കൗൺസിലർ AC ആനന്ദൻ, കുന്നുകുളം ACP CS സിനോജ്, SIമാരായ KG ജയപ്രദീപ്, രാധാകൃഷ്ണൻ, ASI അനിൽ മാത്യു എന്നിവർ സംസാരിച്ചു. TCV ചാവക്കാട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ മുട്ടിക്കലിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിന് അനുമതി നൽകിയ നടപടിക്കെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെട്ട മുട്ടിക്കൽ മോസ്ക് റോഡിന് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിലാണ് റിലയൻസ് ജിയോ കമ്പനിയുടെ ടവർ നിർമ്മാണം നടക്കുന്നത്. പ്രദേശവാസികളുടെ എതിർപ്പ് അവഗണിച്ചാണ് പഞ്ചായത്ത് ടവർ സ്ഥാപിക്കാൻ അനുമതി നൽകിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പ്രതിഷേധ ധർണ സാമൂഹിക പ്രവർത്തക സുലേഖ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ റീന ജോസ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം KV രാജശേഖരൻ, രജനി, മഞ്ജേഷ് എന്നിവർ നേതൃത്വം നൽകി. അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് UP സ്കൂളിൽ അധ്യാപക ദിനം ആചരിച്ചു. വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് പൂച്ചെണ്ടുകൾ നൽകിയാണ് ആദരിച്ചത്. ചടങ്ങിൽ 1981-85 പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ സംഭാവനയായി നൽകി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോസ് ആൻഡ് പൂർവ്വ വിദ്യാർത്ഥികളായ കണ്ണൻ പറമ്പത്ത്, ഡേവിസ് നായങ്കര, ലിസ ലൂയിസ് മൂക്കൻ, PA ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ദുരിതക്കയത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് എറവ് ചക്കിമുന സ്വദേശി കൃഷ്ണനും കുടുംബവും. എറവ് കരുവാൻവിളവിൽ നിന്നും ചക്കിമുന റോഡിൽ പാടം ആരംഭിക്കുന്ന ഭാഗത്താണ് കൊക്കിണി വീട്ടിൽ കൃഷ്ണനും ഭാര്യ ഷീലയും താമസിക്കുന്നത്. ഓലമേഞ്ഞ വീടിന് 3 പുറവും പാടമാണ്. ഹൃദ്രോഗിയായ കൃഷ്ണന് കൂലിപ്പണിയാണ്. ഇവരുടെ മൂത്ത മകൾ കിഡ്നി രോഗിയും മാനസികാസ്വാസ്ഥ്യമുള്ള ആളുമാണ്. രണ്ടാമത്തെ മകൾക്ക് ഒരു കണ്ണിന് കാഴ്ചയുമില്ല. റേഷൻ കാർഡ് APL ആണെന്നും ഇവർ പറയുന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അവിടെ അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് വെള്ളം നിറഞ്ഞു കിടന്നിരുന്ന തകർന്ന വീട്ടിലേക്ക് തിരികെ പോന്നിരുന്നുവെന്നും തുടർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെന്നും ഇവർ പറഞ്ഞു.
തങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ വീട്ടിൽ നേരിട്ട് എത്തിച്ചു തരാൻ കളക്ടർ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നതായും എന്നാൽ വില്ലേജ് ഓഫീസർ ഇതുവരെ തങ്ങൾക്ക് ഒരു സഹായവും എത്തിച്ചില്ലെന്നും ഷീല പറയുന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞത് ഇനി ഇതിൻ്റെ സംബന്ധമായിട്ടൊരു കാര്യത്തിനും പഞ്ചായത്തിലേക്ക് പോകണ്ട, എന്ത് കാര്യം ഉണ്ടെങ്കിലും അനുവദിച്ച് ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞേക്കണേ. ഇതേവരെ ഒരാളും ഇതിനെക്കുറിച്ചായിട്ട് ഇവിടേക്ക് വന്ന് എത്തിപ്പെട്ടിട്ടില്ല. ഇവരുടെ വിഷമതകൾ കണ്ടറിഞ്ഞ് പല സന്നദ്ധ പ്രവർത്തകരും സഹായം എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. TCV അന്തിക്കാട്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ഇനിയും നീക്കം ചെയ്തില്ല. ഇരുഭാഗങ്ങളിലുമായി നിരവധി സ്ഥലത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. മറ്റ് പലയിടങ്ങളിലെയും അവശിഷ്ടങ്ങൾ നീക്കിയെങ്കിലും റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് ഇതുവരെയും നഗരസഭയുടെ മാലിന്യ ശേഖരണ വാഹനങ്ങൾ എത്തിയിട്ടില്ല. എന്നാൽ രൂക്ഷമായ പ്രതിസന്ധി നേരിട്ട പള്ളിപ്പാടത്തെ മാലിന്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം മാറ്റിയിരുന്നു. വലപ്പാട് ആനവിഴുങ്ങിയിൽ ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ സമരസമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 1 മാസം പിന്നിട്ടു. സമരത്തിന്റെ ഭാഗമായി സമരസമിതിയുടെ നേതൃത്വത്തിൽ വലപ്പാട് നിന്ന് ആനവിഴുങ്ങിയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ വീട്ടമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗം CPIML സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജേഷ് അപ്പാട്ട ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത ആക്ഷൻ കൗൺസിൽ EV മുഹമ്മദ് അലി, വടക്കൻ മേഖലാ പ്രസിഡന്റ് സിദ്ദിഖ് ഹാജി, KG സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കാണിപ്പയ്യൂർ പോസ്റ്റ് ഓഫീസിന് സമീപം സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. കടുത്ത ദുർഗന്ധത്തെ തുടർന്ന് കാൽനടയാത്രികർ സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴാണ് റോഡരികിലെ പാഴ്ചെടികൾക്കുള്ളിൽ മാലിന്യം കണ്ടെത്തിയത്. തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ വിവരമറിയിക്കുകയും ജീവനക്കാർ സ്ഥലത്തെത്തി ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. മാലിന്യം തള്ളിയവർക്കെതിരെ പോലീസ് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കടങ്ങോട് പഞ്ചായത്ത് 2017-18 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുടുംബശ്രീ ക്യാന്റീന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. 11 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് കോമ്പൗണ്ടിലാണ് ക്യാന്റീൻ നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഗിജ സുമേഷ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സർക്കാരിന്റെ ഓണക്കാല അരി വിതരണത്തിൽ അപാകതയെന്ന പരാതി. എടത്തുരുത്തി സെന്റ് ആൻസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് 5 കിലോ അരിക്ക് പകരം 3.5 കിലോയാണ് കിട്ടിയതെന്നാണ് പരാതി. അരി കുറവുണ്ടെന്ന് സംശയം തോന്നിയ രക്ഷിതാക്കൾ കടയിലെത്തി തൂക്കം നോക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് വലപ്പാട് AEO സ്കൂളിൽ നേരിട്ടെത്തി വിശദീകരണം തേടി. സ്കൂളിലെ ത്രാസ് തകരാറിൽ ആണെന്നും ആദ്യം തൂക്കി നൽകിയ അരി കൂടിപ്പോയതിനാൽ ബാക്കിയുള്ളവരുടെ വിഹിതം കുറയ്ക്കേണ്ടി വന്നുവെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. എന്നാൽ പരാതി വ്യാപകമായ പശ്ചാത്തലത്തിൽ അരി കുറച്ചു കിട്ടിയ കുട്ടികൾക്ക് ബാക്കി കൂടി നൽകാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രളയത്തിൽ അവശേഷിച്ച മാലിന്യങ്ങൾ ചാലക്കുടി നഗരസഭാ പരിധിയിലെ കോടതിക്ക് സമീപം തള്ളാനുള്ള ശ്രമം തടഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺ കുമാർ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാലിന്യങ്ങൾ കയറ്റിവന്ന ലോറികൾ തിരിച്ചയച്ചത്. അന്നമനട പഞ്ചായത്തിൽ നിന്നുള്ള 5 ലോഡ് ഇവിടെ ഇറക്കിയതിനു ശേഷമാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി വാഹനങ്ങൾ തടഞ്ഞത്. ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് മാലിന്യങ്ങൾ പഴയ പോലീസ് ക്വാർട്ടേഴ്സ് ഭൂമിയിൽ തള്ളാൻ ശ്രമം നടന്നത്. നഗരസഭാ പരിധിയിൽ തന്നെ ഇനിയും 500 ടൺ മാലിന്യങ്ങളാണ് അവശേഷിക്കുന്നത്. നഗരസഭയെ ഔദ്യോഗികമായി അറിയിക്കാതെയാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്നതെന്ന് ചെയർമാൻ പറഞ്ഞു. കയ്പമംഗലം വിജയഭാരതി LP സ്കൂളിലെ അധ്യാപക ദിനാഘോഷം വലപ്പാട് AEO TD അനിതാകുമാരി നിർവഹിച്ചു. സ്കൂൾ മാനേജർ സോമൻ താമരക്കുളം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം BPO TS സജീവൻ, പ്രധാനാധ്യാപിക P ഷീന എന്നിവർ സംസാരിച്ചു. ഡൽഹിയിൽ ഇടത് കർഷക മാർച്ചിന് പോയ ചെത്തുതൊഴിലാളി ഹോട്ടലിലെ 4ാം നിലയിൽ നിന്നും വീണു മരിച്ചു. കൊണ്ടാഴി പടിഞ്ഞാറ്റുമുറി 10 പുതിയിൽ 48 വയസ്സുള്ള സേതുമാധവനാണ് മരിച്ചത്. ശനിയാഴ്ചയാണ് സേതുമാധവൻ കർഷക മാർച്ചിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോയത്. എരുമപ്പെട്ടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകി. കരിയന്നൂർ വില്ലേജ് ഓഫീസർ C ജിഷ സഹായധനം ഏറ്റുവാങ്ങി. TL ഔസേബ്, VR ഗോപാലകൃഷ്ണൻ, PP പ്രശാന്ത്, K കൃഷ്ണദാസ്, VR രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രളയബാധിതരായവരെ സഹായിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വരുമാനം നൽകി വാടാനപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവർമാർ.
വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITUവിന്റെ 70ഓളം ഡ്രൈവർമാരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് സ്വരൂപിച്ചത്. വാടാനപ്പള്ളിയിലെ CITU ഓട്ടോറിക്ഷ തൊഴിലാളികൾ 70-ൽ പരം വണ്ടികളുടെ ഇന്നത്തെ വരുമാനം നമ്മുടെ സഹോദരന്മാരുടെ സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ഞങ്ങളുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തീരുമാനം. പിരിഞ്ഞു കിട്ടിയ വരുമാനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് മുഖേന ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനുള്ള തീരുമാനത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ. വെങ്ങിണിശ്ശേരി നാരായണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിച്ച കപ്പക്കാട് പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾക്ക് പാത്രങ്ങൾ വിതരണം ചെയ്തു. സ്വാമി ഭൂമാനന്ദ തീർത്ഥ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥ, മാതാ ഗുരുപ്രിയ, പഞ്ചായത്ത് അംഗം ബിനിത സുധീഷ് എന്നിവർ പങ്കെടുത്തു. പ്രളയബാധിത പ്രദേശങ്ങളിൽ വിതരണത്തിനായി 4 ലക്ഷം രൂപയുടെ മരുന്നുകൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിക്ക് കൈമാറി. സമസ്ത നായ സമാജവും മുംബൈ നായ വെൽഫെയർ സൊസൈറ്റിയും ചേർന്നാണ് മരുന്നുകൾ നൽകിയത്. സമസ്ത നായ സമാജം പ്രസിഡന്റ് KN സോയകുമാർ വിതരണോദ്ഘാടനം നടത്തി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ, UK നായർ, CV തിലകൻ എന്നിവർ പങ്കെടുത്തു. കുപ്രസിദ്ധ തട്ടിപ്പുകാരി പൂമ്പാറ്റ സിനിയുടെ കാമുകനെ മകൾ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ ചിറ്റിശ്ശേരിയിലെ വാടക വീട്ടിലാണ് സംഭവം. പരിക്കേറ്റ ഒല്ലൂർ PR പടി സ്വദേശി ഉല്ലാസിനെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ത്രീധനത്തിന്റെ ബാക്കി ചോദിച്ചാണ് സിനിയുടെ മകൾ അശ്വതി വീട്ടിലെത്തിയത്. മദ്യലഹരിയിലായിരുന്ന സിനിയുടെ കാമുകനുമായി ഉണ്ടായ തർക്കത്തിനിടെ അശ്വതി ഇയാളുടെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരുമനയൂരിൽ വയോധികനെ എലിപ്പനി രോഗലക്ഷണങ്ങളോടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളെ പിന്നീട് തൃശൂർ മെഡിക്കൽ ആശുപത്രിയിലേക്ക് മാറ്റി. മേഖലയിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. ഇടവേള. വാർത്ത തുടർന്നു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ദിനം ആചരിച്ചു. +2 വിഭാഗത്തിലെ പ്രധാനാധ്യാപകനായ സുലൈമാനെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ സ്കൂളിലെ മുഴുവൻ +1, +2 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. പ്രളയത്തിൽ രക്ഷകരായ മത്സ്യത്തൊഴിലാളികൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ നടത്തുന്ന 165 വിധവകൾക്കുള്ള പെൻഷൻ വിതരണവും അഞ്ചങ്ങാടിയിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. CH റഷീദ് മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീർ അധ്യക്ഷനായി. കരീം ഹാജി, AK അബ്ദുൽ കരീം, PK ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭാ ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട മിനി ലോറി മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്നും കോഴിക്കോട്ട് ഫറൂഖിലേക്ക് ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റുമായി പോകുന്ന മിനി ലോറിയാണ് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് ക്രെയിൻ കൊണ്ടുവന്ന് റോഡിൽ നിന്ന് ലോറിയും ഉപകരണവും മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനിതാ പ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ച DYFI ഇരിങ്ങാലക്കുട ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി RL ജീവൻലാലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പീഡന ശ്രമത്തിനിടെയായ പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. 3 കടകളും ചെക്ക് പോസ്റ്റും തകർന്നു. നാട്ടുകാർ ഭീതിയിൽ. പൈങ്കുളം മായന്നൂർ തീരങ്ങളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിച്ച ഉരുക്ക് തടയണയുടെ സംരക്ഷണ ഭിത്തികൾ തകർന്ന നിലയിൽ. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായ തടയണ അതിവേഗം ഉപയോഗപ്രദമാക്കണമെന്ന് നാട്ടുകാർ. അളഗപ്പ നഗർ ത്യാഗരാജർ എഡ്യൂക്കേഷണൽ സെന്ററിൽ നടത്തുന്ന കോഴ്സിന് അംഗീകാരമില്ലെന്ന് ആരോപണം. പരീക്ഷയിൽ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിക്കുകയാണെന്നും ആക്ഷേപം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.